ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ പറ്റ കംപ്ലൈൻ്റ് ആയിട്ട് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ പുതിയ ഫോൺ മേടിക്കുമ്പോഴും അതിൽ നമുക്ക് ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ ഫോട്ടോസും വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ പുതിയൊരു ഫോൺ എടുത്തു. പുതിയ ഫോണിൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഓൺലൈനായിട്ടായിരിക്കും ആ ഒരു ഫോട്ടോ കിടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോണിലോട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ ഫോണിലോട്ട് സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അത് മിക്കവാറും ഓൺലൈനിലായിരിക്കും. അപ്പം ഓഫ്ലൈനായിട്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഏത് ഫോട്ടോ ആണോ വീഡിയോ ആണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡിങ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം കൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. ഇനി ഗൂഗിൾ ഫോട്ടോസ് അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഗാലറി ആപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ അവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയിട്ട് നോക്കിയാലും മതി. ഇനി ഇതുപോലെ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പോലെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.